എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങൾ ആ കോൺട്രവേഴ്സികളെ കുറിച്ച് എന്ത് പറയുന്നുള്ളതാണ്. അപ്പോൾ 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈജിപ്തിൻ്റെ ഗോള് എന്തിന് ഡിസലവ് ചെയ്തു? അവിടെ ഒരു വാറ് നോക്കിയിട്ടുണ്ട് അതിൽ. പക്ഷേ അതായത് ആദ്യത്തെ സീക്കോയുടെ ഗോളിൻ്റെ കാര്യം പറയുന്നത്, അങ്ങനെയെങ്കിൽ അർജന്റീന അടിച്ച ആ ഗോള് നമ്മുടെ സലായെ ഫൗൾ ചെയ്തിട്ട് എടുത്ത ഗോളല്ലേ? അവിടെ വാറ് പോലും ചെക്ക് ചെയ്തില്ലല്ലോ. എന്താണ് ഈ 2 കോൺട്രവേഴ്സികൾ ഒരേ തരത്തിൽ കാണേണ്ടതാണോ? റഫറിക്ക് തെറ്റുപറ്റിയോ? അതിൽ എനിക്ക് പറയാനുള്ളത്, ഒന്നാമത് ഫിഫ തുടക്കത്തിൽ ഇപ്പം അർജന്റീനയുടെ കൂടെ നിൽക്കണം എന്നുള്ള രീതിയിലേക്ക് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരുപക്ഷെ എന്താ പറയാ, അവര് ഗോള് കൊണ്ടുപോയ ആക്ച്വലി കൗണ്ടർ അറ്റാക്കിൽ കൂടിയാണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ സമയത്ത് ഫൗള് വിളിച്ചിട്ടില്ല. അപ്പൊ ഇത് ഗോളാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ അപ്പീൽ ചെയ്തതിന് ശേഷം, അർജന്റീന അപ്പീൽ ചെയ്തതിന് ശേഷമാണ് വോറിലേക്ക് പോകുന്നത്. ഓക്കെ, അത് ഫൗളാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ശരിക്കും വ്യക്തമായിട്ട് റീപ്ലേയിലും കാണാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നത് ആ ഫൗള് കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഫൂട്ടിൽ ചവിട്ടുന്നുണ്ടായിരുന്നു. റീപ്ലേ ആ ഫൂട്ട് ചവിട്ടുന്നത് ഫൗളുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അവിടെ അത് ഫൗള് വിളിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. മറ്റേത് ഒരു പക്ഷേ ഒരു ഷോൾഡറിങ്ങോ അല്ലെങ്കിൽ ഒരു തള്ളിയിടലൊക്കെ ഒരു പക്ഷെ ചിലപ്പോൾ അവഗണിച്ചേക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഒരു പക്ഷെ റഫറി ഒരു പക്ഷെ ആ സമയത്ത് ഫൂട്ടിൽ ചവിട്ടുന്നത് കണ്ടിട്ടുണ്ടാവില്ല, ബൂട്ടിൽ ചവിട്ടുന്നത് കണ്ടിട്ടുണ്ടാവില്ല. ആ ഒരു ട്രാമ്പിംഗ് ആണ് ഒരു പക്ഷേ എന്ന് പറയുന്നത് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ആ വിഷയത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചാൽ, ഒരു സ്റ്റാമ്പിങ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് മനഃപൂർവ്വം സംഭവിച്ചതല്ല എന്നുള്ളതും വ്യക്തമാണ്. പക്ഷേ ആ സമയത്ത് ലിസാൻഡ്രോയുടെ പൊസഷനിലാണ് ബോളുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കാലിൽ ബോൾ കൺട്രോൾ ചെയ്യുന്നു, മറു കാലിലാണ് ആ ചവിട്ട് കൊള്ളുന്നത്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ബാലൻസ് തെറ്റാണ്. അങ്ങനെയാണ് ആ ബോൾ പിന്നെ ഈജിപ്ത് എടുക്കുന്നത്. അപ്പോൾ ഒരു അൺഡ്യൂ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആ ഒരു ഫൗളിലൂടെ അല്ലെങ്കിൽ ഇയാളെ കാലിന് ചവിട്ടിയതിലൂടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഫൗൾ. തീർച്ചയായിട്ടും ലെക്ക് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. റഫറിയുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആണെന്ന് പിഴവുകൾ വന്നിട്ടില്ല, ഒന്നും പറഞ്ഞില്ല, പിഴവുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഒരു റീപ്ലേ, ഒരു ഒഫീഷ്യലിനെ സംബന്ധിച്ച് റഫറി ഗ്രൗണ്ടിലാ നിയന്ത്രിക്കുന്ന റഫറിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ അത് റെസ്പോൺസിബിൾ ഡ്യൂട്ടിയാണ്. ഉണ്ടോ എന്തെങ്കിലും ആക്ച്വലി ഇൻജസ്റ്റിസ് ആയിട്ട് എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ ആ പരിശോധനയിലാണ്, വാർ പരിശോധനയിലാണ് ഇങ്ങനെയുള്ള സംഭവത്തിൽ കാണുന്നത് എന്നുള്ളതാണ്. അതിൽ മെയിൻലി ബോള് ലിസാൻഡ്രോയുടെ പൊസിഷനിലായിരുന്നു. ഈ ഒരു ചവിട്ടിലൂടെയാണ് അദ്ദേഹത്തിന്റെ ബാലൻസ് പോകുന്നതും ഈജിപ്ത് ബോൾ എടുക്കുന്നതും. പിന്നെ അത് നേരെ അങ്ങ് പോയിട്ട് ഗോളാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഡിസലവ് ചെയ്തത് തെറ്റില്ല എന്നാണ് പൊതുവിൽ. പിന്നെ ചില റഫറിങ് എക്സ്പേർട്സ് അത് ഇപ്പം നമ്മൾ അങ്ങനെ എല്ലാ ഫൗളുകളും ഇപ്പം അങ്ങനെ ചെറുതാണെങ്കിൽ അത്ര അധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് വിട്ട് കളയാമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ശരിക്കും ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. ബോൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ലിസാൻഡ്രോ അതിലൂടെ. അതേസമയം സലയുടെ കാര്യത്തിലും എന്താണ് സംഭവിച്ചത്? മറുഭാഗത്ത് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ റീപ്ലേയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഹൂലിയൻ ആൽവരസ് ആ ബോള് വിൻ ചെയ്തിട്ട് അവിടെ ഒരു ഫൗൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഒരിക്കലും. സലയെ ഫൗൾ ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു സല ഒരു പക്ഷെ ചെറിയൊരു കോണ്ടാക്ട് കിട്ടിയാൽ ഒരു പെനാൽറ്റി വീഴാൻ വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളതാണ്. അപ്പൊ ചെറിയൊരു പക്ഷെ അറിയാതെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു സംഭവിച്ചിട്ടുണ്ട് അതിലൊരു പക്ഷെ ഒരു പെനാൽറ്റിക്ക് വേണ്ടിയിട്ട് ഭാഗത്തുണ്ടാകുന്നതാണെന്നുള്ളതാണ്. ശരിക്കും ഇതാണ് ഈ ഡിഫറൻസ്. അതായത് നേരത്തെ ലിച്ചയുടെ കയ്യിൽ ബോൾ ഉള്ളപ്പോഴാണ് ആ ഒരു ഫൗൾ സംഭവിക്കുന്നത്. ഇത് ഓൾറെഡി വിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഹൂലിയൻ ആൽവാരസ് ആ ബോൾ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ഡിസലവ് ചെയ്യപ്പെടുന്നത്. റഫറി കണ്ടിട്ടുണ്ടാവാം ആ ബോള് കടന്നു പോകുന്നത് കിട്ടുന്ന പിന്നെയെന്ന് വെച്ചാൽ കണ്ടുണ്ടാവും. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും പിന്നെ അത് ചെക്കിങ്ങിന് പോകാതിരുന്നുള്ളതാണ്. അതുപോലെ തന്നെ വാറും അത് സ്വാഭാവികമായിട്ടും അത് പ്രശ്നമില്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കണം വിളിക്കാതിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കോൺട്രവേഴ്സിയിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ്. പിന്നൊരു കോൺട്രവേഴ്സി ഉള്ളത്, മക്കലിസ്റ്റർ ഫാത്തിയെ മറ്റേ ഷർട്ട് ഗ്രാബ് ചെയ്തു, പെനാൽറ്റി ബോക്സിൽ വീഴുന്നു എന്നുള്ളതാണ്. അത് വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാബിംഗ് ആയിരുന്നു. അത് വീഴാൻ മാത്രം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു കാരണം. രണ്ടാമത് ഈ രണ്ടുപേരെ അടുത്തുമായിരുന്നില്ല ബോൾ ഉണ്ടായിരുന്ന അപ്പുറത്ത് നിൽക്കുന്നവരുടെ അടുത്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് വിഷയം. പിന്നെ മുഖത്തടിച്ചത് റഫറി കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പക്ഷെ കളിയുടെ റിസൾട്ടിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നില്ല. ചുരുക്കത്തിൽ ഈ പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഈ വിവാദങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരുന്നതിലപ്പുറത്തേക്ക് ഈ വിവാദങ്ങളിൽ കഴമ്പില്ലാന്ന് തോന്നുന്നു, അല്ലേ? ഇല്ല, അതിലെ വിവാദങ്ങൾ എന്താ പറയുക, ആക്ച്വലി നമുക്ക് ഗ്രൗണ്ടിൽ എന്താ പറയുക സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ബോധപൂർവ്വം കോൺഷ്യസ് എസ്പെഷ്യലി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും റഫറീസും അല്ലെങ്കിൽ എന്താ പറയുക ഫിഫയ്ക്ക് ഇതിനെ കുറിച്ച് വളരെ കോൺഷ്യസ് ആയിരിക്കും, കോഷ്യസ് ആയിരിക്കും. തീർച്ചയായിട്ടും
അപ്പോൾ അതിൽ അത്രയേ ഉള്ളൂ അതിലെ കാര്യം. പിന്നെ ഈജിപ്തിൻ്റെ താരം സീക്കോ കളിക്ക് ശേഷം വലിയ രൂപത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് അർജന്റീനയെ ഞാൻ അഭിനന്ദിക്കുന്നു, അവർ ഈ വേൾഡ് കപ്പ് തന്നെ അവർക്കുള്ളതാണ്, അവർ വിജയിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നെ അവരുടെ കോച്ച് പറയുന്നത് ഇത് പണത്തിനും മെസ്സിക്കും വേണ്ടി നടത്തുന്ന വേൾഡ് കപ്പാണ്, അൺഫെയർ ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റുകൾ നടന്നത്, ഞാനിനി ഈ വേൾഡ് കപ്പ് കാണുന്നില്ല, അതിൻ്റെ പ്രതിഷേധമാണെന്നൊക്കെ പറഞ്ഞു. അതൊരു ഹീറ്റ് ഓഫ് ദി മൊമെൻറ്റിൽ അങ്ങ് പറയുന്നതായിരിക്കും എന്ന് കരുതാം. അതിനപ്പുറത്തേക്ക് ഈ കോൺട്രവേഴ്സിയിൽ പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് തോന്നുന്നു.